ADGPയും RSSും തമ്മിലുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായ സാഹചര്യം അത് പുറത്തു കൊണ്ടുവന്നത് UDFിൻ്റെ നിതാന്ത പരിശ്രമം തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. BJPയും അതുപോലെ തന്നെ CPIMും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമായിരുന്നു. അത് പൂരം കലക്കിയത് മുതലുള്ള നാളുകൾ പരിശോധിച്ചാൽ, വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിച്ചാൽ എല്ലാം വളരെ വ്യക്തമാണ്. ഇതിൽ നിന്ന് മനസ്സിലായിയാണ് CPIM ഇപ്പോൾ ഇടതുപക്ഷവുമായി അകന്നു തുടങ്ങാൻ ഒരുങ്ങിയിരിക്കുന്നത്. CPI നേതാവായ ബിനോയ് വിശ്വം കെ സുധാകരനെ കാണും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കെ സുധാകരൻ നമുക്കറിയാം KPCCയുടെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് UDF അധികാരത്തിൽ വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. 2 തവണയായി ഭരണത്തിലിരുന്ന് കട്ടുമുടിച്ച ഇടതുപക്ഷ നേതാക്കൾക്ക് സ്വാഭാവികമായും അഹങ്കാരവും മത്തും പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ വിചാരം ഒരു ഓണക്കിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദുരിതാശ്വാസ പാക്കേജ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച്, ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട്, ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം കൊടുക്കുന്നവരാണ് ഇടതുപക്ഷം എന്ന് ഹൈപ്പ് ചെയ്തുകൊണ്ട് നടന്നാൽ വീണ്ടും ജയിക്കാം എന്നാണ്. PPE കിറ്റ് വഴി കോടികളുടെ വെട്ടിപ്പ് നടത്തിയ സർക്കാർ ഇപ്പോഴും അവിടെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ പച്ചയ്ക്ക് വർഗീയത പറയാനും ജനങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള വേർതിരിവുണ്ടാക്കാനും ഇടതുപക്ഷമല്ലാതെ മറ്റാരും ശ്രമിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ പിന്നോട്ടടിച്ചത്. ഇപ്പോഴിതാ CPI കോൺഗ്രസ്സിലേക്ക് ചേക്കേറാൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ തീവ്രമായി ശ്രമിക്കുകയാണ്. ഇതിനകത്ത് CPI UDFിലേക്ക് ചെല്ലുന്നത് മാത്രമല്ല, CPIയിലെ ഒരു വിഭാഗം കോൺഗ്രസ്സിലേക്ക് ലയിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPIയുടെ കേരള ഘടകം ഈ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ വാസ്തവത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള CPIയുടെ എല്ലാ അന്തസ്സത്തെയും നഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ CPIക്ക് ലോക്സഭയിൽ ആകെ 2 സീറ്റുകളാണുള്ളത്. അത് തമിഴ്നാട്ടിൽ നിന്നും കോൺഗ്രസിൻ്റെയും DMKയുടെയും സഹായത്തോടെ ലഭിച്ച സീറ്റുകൾ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ CPIക്ക് CPMനോട് യാതൊരു പ്രതിബദ്ധത കാണിക്കേണ്ട കാര്യവുമില്ല. വാസ്തവത്തിൽ CPM ആണ് CPIയെ തകർക്കാൻ ശ്രമിക്കുന്നത്. സംഘടനാ തലത്തിൽ നോക്കിയാൽ CPIയെ സ്വതന്ത്രമായി ഒരു കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് SFIക്കാരാണ്. SFIക്കാരാണ് AISFനെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്തത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇനിയും എല്ലാ അപമാനവും സഹിച്ച് കടിച്ചു തൂങ്ങിയിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ബിനോയ് വിശ്വം എത്തിച്ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതെന്ന് തന്നെയാണ് KPCCയുടെ അധ്യക്ഷനായ കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ വൈകാതെ CPI UDFിൻ്റെ ഭാഗമാകുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ അഹങ്കാരവും ശമിക്കും എന്നും കെ സുധാകരൻ വ്യക്തമാക്കുകയാണ്.